ബജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്കാണ്. ബജറ്റിൽ ജനക്ഷേമ വികസന പദ്ധതികൾ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നേരത്തെയുള്ള പല പ്രഖ്യാപനങ്ങളും പേരുമാറ്റിയും പുതിയ പേരിൽ അവതരിപ്പിച്ചെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. LDF സർക്കാർ സ്വീകരിച്ചൊരു ദ്വിമുഖ സമീപനമാണ്. അതൊന്ന് ക്ഷേമ ആശ്വാസ നടപടികളായിരുന്നു, അതോടൊപ്പം തന്നെ വികസന നടപടികൾ. ഈ ദ്വിമുഖ സമീപനം പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. നേരത്തെയുള്ള ചില പ്രഖ്യാപനങ്ങൾ അവ പേരുമാറ്റി പുതിയ പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഭൂനിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്ന ബജറ്റ് പ്രഖ്യാപനം ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെൻറ്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നായിരിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ തന്നെ പറയാനുള്ളത്. എന്നാലും ബജറ്റിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തു നിന്നും ഉയരുന്നത്. സർക്കാർ ആശുപത്രികളെ ശാക്തീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. മാരിടൈം പോളിസി വഴി കേരള തീരത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള ലക്ഷ്യമാണോ ഉള്ളതെന്നും ആശങ്കയുണ്ടെന്നും പിണറായി വിജയൻ ചോദിച്ചു. ചില അന്താരാഷ്ട്ര ഭീമന്മാർ KKR പോലെ, ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വൻകിട കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കൈയടക്കാൻ നടത്തുന്ന ശ്രമമാണ്. സർക്കാർ ആശുപത്രികളെ ശാക്തീകരിക്കുന്ന പ്രഖ്യാപനമൊന്നും ഈ ബജറ്റിൻ്റെ ഭാഗമായി കാണാൻ പറ്റിയില്ല. വികസനം നടക്കുന്നതിനിടയാക്കിയത് കിഫ്ബിയാണ്. അതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചത് കിഫ്ബിയാണ്. പക്ഷേ കിഫ്ബിയുടെ ചിറകരിയുന്ന നിലപാടാണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.